ഞാനേ ഇന്നേ ഇത്തിരി ചാളയും കിട്ടി, ഇത്തിരി ഫ്രോസൺ കപ്പയും കിട്ടി. അപ്പൊ ഞാൻ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കപ്പ വെന്തു, ഞാനത് ഊറ്റി. ഞാൻ അപ്പൊ കപ്പയും ചാളയും കൂടെ ഒന്ന് പുഴുങ്ങാനാണ്. അപ്പൊ ഇത് പിന്നെ ഒന്നിച്ചിട്ട് വെച്ചാൽ അത് ഒരുമാതിരി വേറൊരു സ്റ്റൈലാവും. അതുകൊണ്ട് ഞാൻ വെച്ചത് ചാള ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. പകുതി എടുത്ത് കറി വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അതില് ഒരു പിടി ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3-4 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ശർക്കര ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ശകല കുരുമുളകും, എല്ലാരും ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇടാറില്ല ആരും, ഞാനൊരു ശകലം ഒരു പിഞ്ച് ഇടുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ചാള ആയതുകൊണ്ട് ഉപ്പ് ഒരുപാടാവാൻ ചാൻസ് ഉണ്ട്, ശകലം ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ പിന്നീട്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് അടുപ്പിലോട്ട് വയ്ക്കാം. 10 മിനിറ്റ് വെന്തിട്ട് നമുക്ക് കപ്പ എടുത്ത് ഇതിനകത്തോട്ട് ഇടാം. കപ്പ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഈ മുളകും കൂടെ, വറ്റല് മുളക് ചുട്ടാണ് അരിക്കുന്നത്. പക്ഷെ ചുടാനുള്ള ഇവിടെ അതിനുള്ള വഴിയില്ലാത്തതുകൊണ്ട് ഞാനത് ഇതിലിട്ട് പാനിലിട്ട് നല്ല കളർ മാറുന്നതോടെ വറുത്തെടുക്കണേന്ന്. അപ്പം കുറച്ചധികം വറ്റലുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളിയില്ല സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ പുളി. എണ്ണ ഒഴിക്കണം, വെളിച്ചെണ്ണയാണ് നല്ലത്. പക്ഷെ എന്റെ അടുത്ത് വെളിച്ചെണ്ണ തീർന്നു, അതുകൊണ്ട് ഞാൻ ഇത്തിരി ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയാണ് നല്ലത്. പക്ഷെ ഇനി നമുക്ക് ഈ വെന്ത കപ്പ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അവിടെ കിടന്ന് ഇച്ചിരി നേരം അവിടെ വേവട്ടെ. ചെറിയ തീയിൽ കിടന്ന് കുറച്ചു നേരം കൂടെ ഒന്ന് ഇതാവട്ടെ, സെറ്റ് ആവട്ടെ. അപ്പോഴത്തേന് നമുക്ക് ഈ മുളക് ഒന്ന് വറുത്തെടുക്കാം. അതെല്ലാം ഓടുകൊണ്ടോ മുളക് വറുത്തു മൂക്കിലും വയലും കയറി. ചെറിയ മുളക്, ഉണ്ടമുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അടപ്പൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, വെള്ളമൊക്കെ. എന്താ ഒരു സൗണ്ട്, ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കാം. മുളകിന്റെ കളറൊക്കെ ചേഞ്ച് ആയി. ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഉള്ളി ഇതിലോട്ട് ഇട്ടൊന്ന് മാറ്റിയിടുക. എണ്ണയൊന്നും ഒഴിക്കൂല, അല്ലാതെ തന്നെ എടുക്കണം. നല്ല കളറായി കേട്ടോ, നല്ല ഡാർക്ക് കളറായി, മൂക്ക് തിന്നതാണ്. ഇനി ഇതേ പാനില് നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ മുളകും ഉള്ളിയും പുളിയും കൂടെ ഞവിടുന്നതിന് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം, എങ്കിലും അതിനൊരു ടേസ്റ്റ് വരില്ല. അതിനുവേണ്ടി ഞാൻ 1 സ്പൂൺ എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളു എന്റെ കയ്യിൽ. അമ്മിക്കല്ലിലോട്ട് വെച്ച് നന്നായിട്ട് ചതച്ച് കഴിഞ്ഞിട്ട് എടുത്താണ്ടല്ലോ അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് വേറെ ചെയ്യണം. ഇതിനും കൂടെ ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്കിത് തണുക്കട്ടെ. തണുത്തിട്ട് ഞാൻ മുളകും ഷെറിൽ വരുന്നു, ഷെറിൽ. അപ്പൊ ഞാൻ പുളിയും മുളകും ഒക്കെ ഞവടാനുള്ള പുറപ്പാടിലാണ്. ഇച്ചിരി പുളി ഇട്ടിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ചോള പുളി, ഇതെല്ലാം കൂടി ഇട്ട് നല്ല വൃത്തിയ കൈ കൊണ്ട് തന്നെ ഞവടണം, എങ്കിലേ അതിന്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. കൈ പിന്നെ ചൂടുവെള്ളത്തിൽ എരി കാരണം എന്റെ മണോന്നൊക്കെ പറഞ്ഞ ഒന്നും പറയാനില്ല ഗെയ്സ്. അടിപൊളി സൂപ്പറാണ്. പുളി വെള്ളത്തിട്ട വെള്ളം ഒരു ശകലം ഒഴിച്ചു കൊടുക്കാം. എന്താ മണം. എന്റെ കപ്പ
കപ്പ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഓഫ് ചെയ്യാൻ പോവാണ്. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റാം. കപ്പയും ചാളയും കൂടെ പുഴുങ്ങിയതും ചുട്ടരച്ച ചമ്മന്തിയാണ്, മുളക് ചമ്മന്തി. ഓക്കെ, ഓഫ് ചെയ്തേ. ഓക്കെ, കപ്പ ഓഫ് ചെയ്ത് ഇനി ഇതില് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. കൈയൊന്ന് നക്കി വെക്കട്ടെ. അവിടെ നിന്ന് ഒരാൾ ചോദിക്കുന്നു. ഒരു പറ ചോറ് പിന്നെ അത്രയ്ക്ക് ടേസ്റ്റ്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തുള്ളു, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇവളുമാരൊന്നും എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഇവളുമാര് വന്ന് ഞാൻ വിയർത്തു പോയി കേട്ടോ. ഇത് ഞാൻ വിടി. നമുക്കിതെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. സൂപ്പർ കേട്ടാ. കയ്യൊന്ന് നോക്കിക്കോട്ടെ. ഒന്നും പറയാനില്ല. അപ്പൊ ഗേയ്സ് സൂപ്പറല്ലേ? നല്ല കപ്പയും ചാളയും, നല്ല നെയ്യുള്ള ചാളയും കപ്പയും കൂടെ പുഴുങ്ങിയതും, നല്ല വറ്റലുമുളകും ഉള്ളിയും പുളിയും എല്ലാം കൂടെ കൈ വെച്ച് ഞാവിടി നല്ല സൂപ്പറാക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോ ഇനി ആഹാരം എത്ര ചിക്കൻ മന്തിയോ ചിക്കൻ ബിരിയാണി എന്ത് കിട്ടിയാലും ഇതിന്റെ അത്ര ടേസ്റ്റ് ഇനി ഒന്നിനും വരത്തില്ല. അടിപൊളി. അതിന്റെ മണം കേട്ടാൽ വയറ് നിറഞ്ഞു. സൂപ്പറാണ്. ഇവിടെ രണ്ടുപേര് പാത്രം കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളിതൊന്ന് കഴിച്ചു തീർക്കട്ടെ. വായില് ഒരു കപ്പലും നല്ല ടൈറ്റായിട്ട് സൂപ്പറാ ഓടും. അത്രയ്ക്ക് വെള്ളം വന്നിട്ടുണ്ട്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.